ടോപ്പ് ട്യൂഷൻ്റെ ക്ലാസ് 8 ബേസിക് സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ബേസിക് സയൻസിലെ ചാപ്റ്റർ 2 ആയ മോഷൻ ആൻഡ് ഫോഴ്സിലെ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Question: A car starts from A and reaches B, which is 75 meter away. The uniform speed of the car is 25 meter per second. അതായത് എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 75 മീറ്റർ ആണ്. അപ്പോൾ ഒരു കാറ് ഈ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാറ് ഇതേപോലെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡാണ്. പക്ഷേ ആ കാർ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ സി വഴിയാണ് ബിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് കാറായിരിക്കും ആദ്യം ബി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്? ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിരിക്കണമെന്ന് എടുത്തെഴുതാം. അപ്പോൾ ആദ്യത്തെ കാർ എത്ര സമയമാണ് എടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഡിസ്റ്റൻസ് ആദ്യം എഴുതി 75 മീറ്റർ. ദെൻ ആദ്യത്തെ കാറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ്. അപ്പോൾ 75 ഡിവൈഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 3 സെക്കൻഡാണ് എടുത്തിരിക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാറ് ബിയിലേക്ക് എത്താനായിട്ട് 3 സെക്കൻഡ് എടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ കാർ, അതായത് എയിൽ നിന്ന് സി വഴി ബിയിലേക്ക് എത്തിയ രണ്ടാമത്തെ കാർ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പാത്ത് എയിൽ നിന്ന് സി, ദെൻ സിയിൽ നിന്ന് ബി. അപ്പോൾ 50 + 70, അതായത് 120 മീറ്റർ ആണ് ടോട്ടൽ രണ്ടാമത്തെ കാർ കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ സെയിം ഫോർമുല യൂസ് ചെയ്യാം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ 120 ഡിവൈഡ് ബൈ 30 എന്ന് പറയുമ്പോൾ 4 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ മനസ്സിലായി ഏത് കാറാണ് ആദ്യം ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് കാറായിരിക്കും ഡെസ്റ്റിനേഷൻ ബിയിൽ ആദ്യം എത്തുന്നത്. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം സി ആൻഡ് റീച്ചസ് ഡി ഇൻ 7 seconds. If the uniform speed of the bus is 50 meter per second, find the distance from C to D. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ബസ് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ജസ്റ്റ് ഒരു 7 സെക്കൻഡ് വെച്ചിട്ട് ആണ് റീച്ച് ആയത്. അപ്പോൾ ആ യൂണിഫോം സ്പീഡ്, ആ ബസ്സിൻ്റെ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ 50 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് വെച്ചിട്ട് 7 സെക്കൻഡിനുള്ളിലാണ് സിയിൽ നിന്ന് ഡിയിലേക്ക് എത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിയിൽ നിന്ന് ഡിയിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ നിന്ന് ഇൻഫർമേഷൻസ് ആദ്യം എടുത്തെഴുതാം. അതിൽ ടൈം തന്നിട്ടുണ്ട് 7 സെക്കൻഡ്, ബസ്സിൻ്റെ സ്പീഡ് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുക. അപ്പോൾ ഇവിടെ 50 × 7 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൊത്തം സിയിൽ നിന്ന് ഡി എന്ന് പറയുമ്പോൾ 350 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ തണ്ടർ ഫ്രം 12,000 മീറ്റർ എവേ? ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്. അതായത് നമ്മളൊരു 12,000 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അകലത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തണ്ടർ വന്നു കഴിഞ്ഞാൽ ആ തണ്ടറിൻ്റെ ശബ്ദം നമുക്ക് എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സൗണ്ടിൻ്റെ സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. നമുക്ക് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് എത്ര സമയത്തിന് ശേഷം ആ സൗണ്ട് കേൾക്കുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റയൊക്കെ എടുത്തെഴുതാം. ഡിസ്റ്റൻസ് 12,000 ആണ്, സ്പീഡ് 340 മീറ്റർ ആണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ 12,000 ഡിവൈഡ് ബൈ 340 എന്ന് പറഞ്ഞാൽ 35.3 സെക്കൻഡ്സ്. അതായത് നമുക്ക് കേൾക്കുന്നത് 35.3 സെക്കൻഡ്സിന് ശേഷമായിരിക്കും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Subscribe to this channel for more videos like this.
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ പസിൽ ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ബ്രിങ്സ് എ മൂവിങ് ഒബ്ജക്റ്റ് ടു റെസ്റ്റ് എന്ന്. ഇനി ബാക്കിയുള്ള എന്തൊക്കെയാണ് ഫോഴ്സ് കാരണം ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവുന്നത് എന്നുള്ള പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോഴ്സ് കാരണം നമുക്ക് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാം, റെസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ സഹായിക്കാം, ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് അതുപോലെ തന്നെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.